ഇന്ന് നമ്മൾ ട്രേയിൽ വെണ്ടയ്ക്ക കൃഷീൻ്റെ കാര്യങ്ങൾ പറയുന്നത്. അപ്പം ഫസ്റ്റ് പോട്ടി മിക്സ് റെഡിയാക്കാൻ വേണ്ടി ഇവിടെ കുറേ പുല്ലുണ്ട്. അപ്പം മുകളിൽ നിന്ന് മണ്ണെടുക്കുമ്പോൾ തന്നെ പുല്ല് കുറേ കിട്ടി. അപ്പോൾ അടിയിൽ കുറച്ച് പച്ചപ്പുല്ല്, അതിൻ്റെ മുകളിൽ വേപ്പിണ്ണാക്കും കടലപ്പിണ്ണാക്കും മിക്സ് ആക്കിയിട്ട് അതിൻ്റെ മുകളിലിടും. ഓക്കെ, പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ട്രൈക്കോഡർമൻ്റെ പൊടി ഇടുക. ഓക്കെ, പിന്നെ ലാസ്റ്റ് നമുക്ക് ഡോളോമൈറ്റ് പെർലൈറ്റ് ഇട്ടിട്ട് നമ്മൾ ഓൾറെഡി മുളപ്പിച്ച വെണ്ടര തൈയുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് നടാം. പിന്നെ അതിലേക്ക് വയ്ക്കാൻ വേണ്ടി നമ്മൾ ചാണകത്തിൻ്റെ വെള്ളമില്ലേ, ചാണകത്തിൻ്റെ സ്ലറി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചെടുത്തിട്ട് ഇത് നിറച്ചും വെള്ളമാക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു 10-15% എടുത്തുള്ളൂ, എന്നിട്ട് നിറച്ചും വെള്ളമാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇതൊരു കുപ്പിയാണ്, സാധാരണ ഒരു കുപ്പി. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇത് ക്ലോസ് ചെയ്യാൻ ചെയ്തിട്ട് മൊത്തം കട്ട് ചെയ്തത്. ഇതെന്ന് വെച്ചാൽ നമുക്ക് വേസ്റ്റെല്ലാം ഇട്ടിട്ട് ഇതിൽ കുറച്ച് ട്രൈക്കോഡർമ കലക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വളമായി കിട്ടും. നമ്മൾ ഡെയിലി വളം അയച്ചു കൊടുക്കണ്ട, ഇതിൽ തന്നെ വളം ഇങ്ങനെ ആയി പോയിക്കോളും. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ അടുത്ത് വെണ്ടൊരു തൈ നടാം. വെണ്ടൊരു തൈയുടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഓരോന്നിങ്ങനെ വേര് പോവാണ്ട് കളിക്കുന്നു, വേര് പോവാണ്ട് എടുക്കുക. ഇതിൻ്റെ എന്താ പറയുക, ഇതടക്കം തന്നെ നടണം. അതിൻ്റെ ഒരു മണ്ണ് പോലും വേസ്റ്റ് ആവരുത്. നമുക്ക് ഇതിലൊരു 3 നടാം. 100 നട്ടാൽ പണി കിട്ടും ചിലപ്പോൾ. അപ്പോൾ ഇതടക്കം ആ മണ്ണും ഇതെല്ലാം അടക്കം ഇതിലേക്ക് നടാം. ഓക്കെ, നമ്മളൊരു 3 നടുന്നു. രണ്ടാമത്തേന് കുഴിയാക്കിയിട്ടുണ്ട്. രണ്ടാമത്തേൽ 2 ഒരുമിച്ചില്ല, ലൈൻ അടിച്ചതെന്ന് തോന്നി പറഞ്ഞു. മൂന്നാമത്തെ വീടിൽ നടാം. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് റെഡിയാക്കി വെച്ച് ചാണകത്തിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ചുകൂടി നമുക്കൊന്ന് മണ്ണിട്ട് കൊടുക്കേണ്ട, മണ്ണ് കുറവ് പോലെയുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വെക്കാം, ഒരു പിടി ഡോളോമൈറ്റ് ആക്കാം, എന്നിട്ടൊന്ന് മിക്സ് ആക്കുക. അതേപോലെ പെർലൈറ്റും ഒരു 1.5 പിടി ഒന്ന് മിക്സ് ആക്കുക. നമ്മൾ നേരത്തെ എടുത്ത് ചാണക വെള്ളം നമ്മളിപ്പം തെളിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ വളം കട്ടേറ്റ് കൊടുക്കുന്നതായിട്ട് ഏറ്റവും ബെറ്റർ വെള്ളമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് വേരിനൊക്കെ വലിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് നട്ടതിന് ശേഷം നമ്മൾ ഓരോ തൈ നട്ടതിന് ശേഷം നമുക്ക് ചാണകവെള്ളം ഒഴിച്ച് കൊടുക്കാം, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മൊത്തത്തിൽ നമ്മൾക്ക് കുറച്ച് ഇതുവഴി ഒഴിച്ച് കൊടുക്കാം. ബാക്കി ഇങ്ങനെ ചുറ്റുഭാഗത്തേക്ക് ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, ഈ ബാക്കി കുറച്ച് ഇവിടെ വേറെ ഉണ്ട്, അപ്പോൾ അതിനൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കാം. നമ്മൾ ഉള്ളി കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വെണ്ടയ്ക്ക കൃഷി മാറ്റി നടുന്ന രീതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കമൻറ്റിലൂടെ. രണ്ടാമത്തെ പോട്ടി മിക്സ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതേപോലെ കുപ്പി ഇറക്കാം. നേരത്തെ കമിത്തിയിൽ വെച്ച് നമ്മൾ പരീക്ഷണാർത്ഥം നോക്കുന്ന കേട്ടോ. ഇതിൽ നമുക്ക് ഇങ്ങനെ ആക്കാം. ഇതിപ്പം ഇവിടെ കുറേ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ ആക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ വേസ്റ്റ് അതിലേക്ക് കൂടി ഇടുന്നു രീതിയിൽ. ഇത് നല്ലോണം ടൈറ്റാക്കി വെക്കാം. ഓക്കെ, അവിടെ മുളപ്പിച്ചെടുത്ത് 3 വത്തക്ക ഉണ്ട്. 1, 2, 3. അപ്പോൾ ഇതാണ് ഇന്ന് നടാമോ. ഓക്കെ, ഇത് ജസ്റ്റ് അടി ഒന്ന് അമർത്തി കൊടുക്കാം 3-ൻ്റെ. എന്നിട്ട് ഇത് എല്ലാം എടുക്കണം, ഒന്നും പോയേക്കല്ല. പോയാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. എവിടെല്ലോ വേരെത്തി. 1, 2. ചെറുങ്ങനെ വേര് പൊട്ടുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇത്ര സക്സസ്ഫുള്ളാന്ന് പറയാൻ കഴിയില്ല. അപ്പം ഒന്നാമത്തെ ഞാൻ നടാം. കുറച്ച് താഴോട്ട് തന്നെ വയ്ക്കാടാ, അപ്പോൾ വേര് കുറച്ച് പൊന്തി നിൽക്കും. അതുപോലെ ഇതും
കുറച്ച് വലിയ കുഴി തന്നെ എടുക്കാം, വേര് ഇറങ്ങിട്ട്. 2, ഇത് 3ാമത്തെ ഇല കണ്ടോ. ഈ തണ്ണിമത്തൻ്റെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ കുപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുപ്പിയിലേക്ക് നമുക്ക് കുറച്ച് ഫസ്റ്റ് ചാണകത്തിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ബാക്കി ഇതിൽ സൈഡിൽ ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ വത്തക്ക റെഡി ആയിട്ടുണ്ട്. വത്തക്ക പൊട്ടി മിക്സ് വെച്ചിട്ട് റെഡിയാക്കി പൊടികൾ, പൊട്ടി മിക്സ് അല്ല, നമ്മൾ ഡയറക്റ്റ് മണ്ണെടുത്ത് അതിൽ തന്നെ എല്ലാ പൊടികളിട്ട് റെഡിയാക്കിയതാണ്. നമുക്ക് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്ത് നോക്കാം ഇതിൻ്റെ അപ്ഡേറ്റ്, എന്താ വളരുന്നുണ്ടോ എല്ലാം മുടിശിയോ. കാരണം വത്തക്ക ഇപ്പോൾ എടുക്കുമ്പോൾ ഇതിൻ്റെ വേര് കുറച്ച് പൊട്ടിപ്പോയി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ലേശം എല്ലിനും ചകിരിച്ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഈർപ്പം ഒന്നുകിൽ പൊത വെക്കുക, ഇലേനെ കൊണ്ട്, പച്ച ഇലേനെ കൊണ്ട്, വാഴേൻ്റെ ഇലേനെ കൊണ്ട് പൊത വെക്കുക. ഇല്ലെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതിട്ട് വെക്കാം. എന്തിനാ വെച്ചാൽ ഇതിൻ്റെ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയാണ്, പെട്ടെന്ന് ഉണങ്ങുമല്ലോ ഇത്.